ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നുമില്ല. നമ്മളിപ്പോൾ വർക്കും ഡ്യൂട്ടിയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ വണ്ടി പണിയിലാണ്. നമ്മളിപ്പോൾ നാട്ടിലാണ് ഉള്ളത്. ഇനി നാളെ തൃച്ചങ്കോട് പോകുള്ളൂ. മറ്റന്നാൾ നമ്മൾ വണ്ടിയുടെ അടുത്തെത്തിയിട്ട് വീഡിയോ എല്ലാം ചെയ്യും. ഇപ്പോൾ നമുക്ക് 2-3 ദിവസമായിട്ട് വീട്ടിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസം വർക്കിലായിരുന്നു. അപ്പോൾ നമുക്ക് റെസ്റ്റൊക്കെ കിട്ടിയപ്പോൾ നമ്മളെ വീട്ടിലെ ഉമ്മാൻ്റെ വീട്ടിലും പല വീട്ടിലും അങ്ങനെ എല്ലാവരുടെ വീട്ടിലും കൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ എല്ലാം വരും. പിന്നെ നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്ന ആൾ തന്നെയാണ് ഞാൻ കേട്ടോ. താടിയും ഈ മുടിയെല്ലാം വെട്ടി ഒന്ന് ഉഷാറാക്കിയിട്ടതാണ്. ഒരു 150 ഉറുപ്പ്യ ചിലവാക്കിയതാണ്. പിന്നെന്തൊക്കെ, എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇനി വരും. 2-3 ദിവസം കൂടിയും വെയിറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളെ നാട്ടിലാണ് ഉള്ളത്. നമ്മുടെ കൂട്ടുകാരൻ്റെ കടയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. വീട്ടിൽ പോകാനായി. ഇപ്പോൾ വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. ആളുകൾ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് വീഡിയോ കാണുന്നില്ല, എന്തായി, ഏതായി, വണ്ടിയുടെ വർക്ക് എന്തായി എന്നൊക്കെ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വണ്ടിയുടെ അടുത്ത് പോയിട്ടില്ല. 4 ദിവസമായിട്ട് നമ്മൾ വണ്ടീൻ്റെ അടുത്ത് പോയിട്ടില്ല. അപ്പോൾ എല്ലാവരും 2 ദിവസം കൂടി വെയിറ്റ് ചെയ്ത് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാം. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ചെയ്യേണ്ട വീഡിയോ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ 2 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ തൃച്ചങ്കോട് എത്തും. നാളെ രാത്രി പോകും. മറ്റന്നാൾ നമ്മൾ തൃച്ചങ്കോട് എത്തുമ്പോൾ വണ്ടിയുടെ പണി കാര്യങ്ങൾ എന്തായിരിക്കണമെന്നൊക്കെ നോക്കിയിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെയാണ്, റെസ്റ്റിലാണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ട ആൾ തന്നെയാണ് ഞാൻ കേട്ടോ. താടി മുടിയൊക്കെ ഒന്ന് പോയപ്പോൾ ഒന്ന് ഉഷാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരോടും സുഖം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ നാട്ടിലുണ്ട്. പിന്നെ വെറുതെ വീഡിയോ ചെയ്ത് വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ മെസ്സേജിൽ ചോദിച്ചപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ചെറിയൊരു വീഡിയോ നമ്മൾ ഇപ്പോൾ ഇവിടെ നാട്ടിലുണ്ട്. പിന്നെ എന്ത് പറയും, വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ താടിയും മുടിയൊക്കെ ഒന്ന് വെട്ടി ഉഷാറായി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല, സുഖമാണ്. അപ്പോൾ എല്ലാവരോടും നമ്മൾ വീഡിയോ കണ്ട ആളുകളും കാണാത്ത ആളുകളും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ആവശ്യക്കാർക്കൊക്കെ ഒന്ന് വിട്ടുകൊടുത്ത് നമ്മളൊന്ന് വിജയപാതയിൽ എത്തിക്കൂ. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ തമ്പാനങ്ങാടി, പാണ്ടിക്കാട് മഞ്ചേരി റോഡിൽ തമ്പാനങ്ങാടി എന്ന് പറയും നമ്മുടെ സിറ്റി. അതാണ് തങ്ങൾപ്പടി. ഇവിടെ നമ്മുടെ നാട്ടിൽ തങ്ങളുണ്ട്. തങ്ങളെ വീടൊക്കെ ഇവിടെയാണ്. തങ്ങൾപ്പടി എന്നാണ് ഈ ഞങ്ങൾ ഇരിക്കുന്ന അങ്ങാടിക്ക് പറയാം. അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു കടയുണ്ട്, ഒരു ബേക്കറിയാണ്, കൂൾബാറൊക്കെ ഉണ്ട്, എട്ടി ബേക്കറി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മളെ കൂട്ടുകാരൻ്റെ കടയിലാണ് ഇരിക്കുന്നത്. ജംഷിയുടെ കടയിലാണ് ഇപ്പോൾ ഉള്ളത്. വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ആരെയും വെറുപ്പിക്കുന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടവരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്ത സംഗതികൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മോട് ക്ഷമിക്കണം. നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയതാണ്. ചില വീഡിയോയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും പറ്റാത്തതൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കും കേട്ടോ. നമ്മൾ അറിഞ്ഞൊന്നും പറയുന്നതല്ല. നമ്മളെ ജോലിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ അറിയുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവും. അപ്പോൾ അതിൽ ബ്രോക്കർമാരുണ്ടാവും, ലോറിൻ്റെ ഓണർമാരുണ്ടാവും, ഡ്രൈവർമാരുണ്ടാവും. അപ്പോൾ അതിൽ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടാവും. മനുഷ്യന്മാരല്ലേ, തെറ്റുകളെല്ലാവർക്കും പറ്റും. ക്ഷമിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ മുൻകൂർ ഒരു ജാമ്യം എടുത്ത് പോവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ വീഡിയോയിന് പുതിയതായൊക്കെ വരും. വണ്ടി വർക്ക് നടക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ പോയിട്ടൊക്കെ ക്ലിയർ ആക്കിയിട്ട് മറ്റന്നാൾ എത്തിയിട്ട് പുതിയ വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. കുറേ ആൾക്കാരിങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെ വീഡിയോ എവിടെ എന്നൊക്കെ. അപ്പോൾ എൻ്റെ ആരാധകരോട് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. നമ്മൾ നാട്ടിലുണ്ട്, എവിടേക്കും പോയിട്ടൊന്നുമില്ല, അവിടെ ഉണ്ട്. വീട്ടിലും കുട്ടികളുടെ അടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ വണ്ടി ഇറങ്ങി നമ്മൾ വീണ്ടും ഒരു പ്രവാസിയായില്ലേ. കുറേ ദിവസം ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. അപ്പോൾ ഇപ്പം നമ്മൾ കുട്ടികളുടെ ഫാമിലിയുടെ കൂടെ അടിച്ചു പൊളിച്ചിരിക്കുകയാണ് ഇപ്പം നമ്മളെ നാട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതാണ് നമ്മളെ കട. ബാക്ക് ക്യാമറ
അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുണ്ട് എല്ലാവരും ഗേസ്. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള തങ്ങൾപ്പടിയിലെ അനു സ്റ്റോറിലാണുള്ളത്. നമ്മുടെ ജംഷിയുടെ കടയാണ്. ഇപ്പോൾ സമയം ഏകദേശം 10:45. ഇതാണ് നമ്മുടെ ജംഷി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കട അടക്കാൻ വേണ്ട പരിപാടിയിലാണ്. ഇതാണ് അവൻ്റെ ഷോപ്പ്. പച്ചക്കറി, ഫ്രൂട്ട്സ്, ബേക്കറി, കൂൾ ബാർ ആൻഡ് ചായ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്താണ് ജംഷി. നമ്മുടെ ആ പൊളിയിൽ കാണുന്നത് നമ്മുടെ ചെറിയൊരു കട ഉണ്ട്. ഇത് നമ്മൾ ഇപ്പം പുതുതായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ഫ്രൂട്ട്സ്, മുമ്പ് ഇവിടെ പച്ചക്കറി മാത്രമുള്ളായിരുന്നു. ഇപ്പോൾ ഫ്രൂട്ട്സും എല്ലാം ഉണ്ട്. നല്ല സെറ്റപ്പ് കടയാണ്. പിന്നെ അവൻ തന്നെയാണ്, അവനും അവൻ്റെ മോനും തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല, വെറുപ്പിക്കുന്നില്ല. നമ്മൾ കാണാനൊന്നുമില്ല, വെറും സംസാരമാകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ജംഷി സമൂസ ബാക്കിയാണല്ലോ, അണ്ടർ എടുക്കണോ? വീഡിയോയിൽ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വന്നോളൂ. ഇവിടെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.